എയർപോർട്ട് റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്ന പരിഹാരത്തിനായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. എയർപോർട്ട് റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്ന പരിഹാരത്തിനായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. യോഗത്തിൽ NOC പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ യോഗം തീരുമാനിച്ചു. ഇവരെ 675 NOCകൾക്കാണ് അപേക്ഷ ലഭിച്ചത്. ഇതിൽ 610 അപേക്ഷകൾ NOC നൽകിയിട്ടുണ്ടെന്നും 65ഓളം കേസുകളിലാണ് ഇനി NOC നൽകാനുള്ളതെന്നും ഇതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. എയർപോർട്ട് വികസനത്തിന് ഇനിയും തുക ആവശ്യമാണെന്നാണ് എയർപോർട്ട് അതോറിറ്റി പറയുന്നത്. 400 കോടിയോളം രൂപയാണ് ഇതിനായി ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം 400 കോടി രൂപ ഉണ്ടായാൽ പുതിയ എയർപോർട്ട് നിർമ്മിക്കാനാകുമെന്നും നിലവിലുള്ള സംവിധാനത്തിൽ തന്നെ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുമെന്നും അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കളക്ടർ പരിശോധിക്കും. റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് നിലവിൽ മണ്ണ് ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. ഇതിന് ആവശ്യമായ എല്ലാ സഹായവും എയർപോർട്ട് അതോറിറ്റിക്ക് നൽകാനും യോഗം തീരുമാനിച്ചതായും വി അബ്ദുറഹ്മാൻ അറിയിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, സ്ഥലം MLA TV ഇബ്രാഹിം, കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ, എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പരിസരവാദികൾക്കുള്ള ഒരു പ്രശ്നം അവിടെ NOC ലഭ്യമാവുന്നില്ല എന്നുള്ളത്. അവിടെ 675ഓളം അപേക്ഷകൾ കിട്ടിയതിൽ 610 അപേക്ഷകളും NOC നൽകിയിട്ടുണ്ട്. 65ഓളം NOCകൾ ഇനി കിട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നൽകാനുള്ള നടപടികൾ എടുക്കാനാണ് ഈ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ഒരു ശുപാർശ ഈ യോഗത്തിൻ്റെ ഭാഗമായി നൽകും. അവിടെ എയർപോർട്ട് അതോറിറ്റി ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ സർക്കാരിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഭാരിച്ച ചെലവ് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ മറ്റൊരു എയർപോർട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ വലിയ എയർക്രാഫ്റ്റുകൾ ഇറങ്ങാനും സർവീസുകൾ നടത്താനും ഇപ്പോൾ നമുക്ക് കഴിയും അവിടെ. അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ഒരു പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടില്ല. അറിഞ്ഞില്ലേ മലപ്പുറം ആഘോഷരാവുകൾക്ക് ആവേശം പകരാൻ ഗോപൂനന്ദിലെ ജിമാർട്ടിൽ ജിമാർട്ട് ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽ 40% വരെ ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ, 40% വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ഫോണുകൾ, 70% വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് വാച്ചുകൾ, 65% വരെ ഡിസ്കൗണ്ടിൽ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്ക് പുറമെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും സ്മോൾ കിച്ചൺ അപ്ലയൻസസുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും EMI എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും